അപ്പം മനുഷ്യന്മാരുടെ പേടിയാണ് മനുഷ്യന്മാരില്ലാതാക്കുന്നത്. പേടി ആഫത്തിലേക്ക് കൊണ്ടുപോകും. നല്ല ധൈര്യം, എവിടെ എങ്ങനെ നേരിടാന്നുള്ള ധൈര്യം ഉണ്ടായാലും അപ്പം ഒന്നാമത്തത് ഇവർക്ക് തവക്കുൽ പഠിച്ചു കൊടുത്തു, ധൈര്യം പഠിച്ചു ഇവർക്ക് കൊടുത്തു. പിന്നെയുള്ളത് അഹങ്കാരമാണ്. മറ്റുള്ളവർക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ ഞങ്ങൾ ജയിക്കോ എന്നുള്ളൊരു പേടി. അങ്ങനെ സ്വഹാബത്ത് നിർത്തി. യുദ്ധം തുടങ്ങാൻ ഹബീബാൻ നബി തങ്ങൾ സ്വഹാബത്തിനെ ഇങ്ങനെ വരിയായിട്ട് നിർത്തി. അവരങ്ങനെ നിന്നു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലേന്ന് പറഞ്ഞിരുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും കൂട്ടിയിട്ടാ ഇവിടെ അബൂജാല് വീണെടുക്കട്ടാ, ഇവിടെ ഉത്തുബത്ത് വീണെടുക്കും, ഇവിടെ ഷൈബത്ത് വീണെടുക്കും, ഇവിടെ വലീദ് വീണെടുക്കും. ഇങ്ങനെ ഹബീബാൻ നബി തങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഇവിടെ വീണെടുക്കും എന്നിങ്ങനെ പറഞ്ഞിരുന്നു. പിറ്റേന്ന് പ്രഭാതത്തിലാണ് വലിയ കൊടുങ്കാറ്റ് അവിടെ വീശുന്നത്. സ്വഹാബത്ത് മുഴുവനും പേടിച്ചുപോയി. സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ പേടിക്കണ്ട, ജിബ്രീൽ അലൈഹിസ്സലാം വന്നതാണ്. രണ്ടാമതൊരു കൊടുങ്കാറ്റ് വന്നു. സ്വഹാബത്ത് പേടിച്ചു. പേടിക്കണ്ട, മീകായിൽ അലൈഹിസ്സലാം വന്നതാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം 4 കൊടുങ്കാറ്റുകൾ അവിടെ അടിക്കുകയാണ്. ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ കമ്പടിയോടുകൂടെ മാലാക്കന്മാര് വന്നിറങ്ങിയതാണ്. സ്വഹാബ പേടിക്കേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല. അങ്ങനെ ഹബീബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ മുഴുവനും വരിയായി നിർത്തിയിട്ട് ഹബീബാൻ നബി തങ്ങൾ തമ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നബി തങ്ങൾക്ക് താമസിക്കാൻ ഒരു തമ്പുണ്ടാക്കി കൊടുത്തിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് നബി തങ്ങൾ കടന്നു. എന്തിനായി തമ്പുണ്ടാക്കി കൊടുത്തതെന്നറിയോ? സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബാ നബിയേ, ഞങ്ങൾ യുദ്ധരണഭൂമിയിൽ പടഞ്ഞു വീണ് മരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അവസാനത്താളും മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നിൽക്കരുത് നബിയേ, ഇവിടെ നിങ്ങൾ നിൽക്കരുത് യാ റസൂലല്ലാഹ്, നിങ്ങൾ ബാക്കോട്ട് പിരിഞ്ഞു പോകണം യാ ഹബീബല്ലാഹ്. നിങ്ങൾക്കൊരു കേടുണ്ടാവരുത്, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവരുത്, നിങ്ങൾ പിരിഞ്ഞു പോകണം. നിങ്ങൾ മദീനയിൽ പോയി ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊരത്താണിയായി നിൽക്കണം യാ റസൂലല്ലാഹ്, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം യാ നബിയല്ലാഹ്. അങ്ങോട്ട് പോണം നബിയെ. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാ തമ്പുണ്ടാക്കി കൊടുത്തത്. ആ തമ്പിന്റെ ഉള്ളിൽ ഹബീബാ നബി തങ്ങൾ കടന്നുവരൊക്കെ സഫായിട്ട് നിർത്തി. മുത്തുനബി തങ്ങൾ സുജൂദിലായിട്ട് കിടന്നിട്ട് പ്രാർത്ഥന തുടങ്ങി, ദുആ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ദുആ കഴിഞ്ഞെഴുന്നേറ്റു. സഹാബത്തിന്റെ ഇടയിലേക്ക് നബി തങ്ങൾ വന്നു. നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ധൈര്യമായിരുന്നോളി, പേടിക്കണ്ട, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, ഒരിക്കലും ബേജാറാവണ്ട. അപ്പയാണ് അബൂജഹൽ യുദ്ധത്തിന് ആഹ്വാനം നൽകുന്നത്. അതിനൊക്കെ കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം വേണ്ട, പിരിഞ്ഞു പോവാം, അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ നിന്നില്ല, അവരതിന് സമ്മതിച്ചിട്ടില്ല. അബൂജഹൽ പറഞ്ഞു, നമ്മൾ യുദ്ധം തുടങ്ങാം. ആദ്യം 3 പേരും മുന്നോട്ടിറങ്ങി. നമ്മളെ ഉത്തുബത്തും ഷൈബത്തും വലീദും അബൂജഹലിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. പോരാത്തത് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യാൻ അറിയുന്ന യുദ്ധതന്ത്രജ്ഞന്മാരുമാണ് ഈ ഉത്തുബത്തും ഷൈബത്തും വലീദും. മുന്നോട്ടിറങ്ങിയപ്പോ ഹബീബാ നബി തങ്ങളുടെ സ്വഹാബത്തിൽ നിന്ന് 3 ആളുകളോട് വരാൻ വേണ്ടി പറഞ്ഞു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആദ്യം ചാടി ഇറങ്ങുന്നത് അൻസാരിങ്ങളാണ്, മദീനക്കാരാണ്. ചാടി ഇങ്ങോട്ട് വീണിട്ട് പറഞ്ഞത്, ഞങ്ങളെ സ്വഹാബത്തിനെ തൊടാൻ പറ്റൂല. അവര് 3 പേരിറങ്ങി. 3 പേരിറങ്ങിയപ്പോൾ ഉത്തുബത്തും ഷൈബത്തും വലീദും പറഞ്ഞ്, ഈ 3 പേരെ ഞങ്ങൾക്ക് ആവശ്യമില്ല, മദീനക്കാരെ ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല. മദീനക്കാര് സാധുക്കളാണ്, മദീനക്കാര് കൃഷിക്കാരാണ്, ഞങ്ങൾ പോലെ വേണ്ട, ഞങ്ങൾക്ക് പോലെ ആവശ്യമല്ല. ഞങ്ങൾക്ക് വേണ്ടത് തറവാട്ടുകാരെയാണ്, ഞങ്ങളെ നാട്ടുകാരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഓലങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്, ആ സമയത്തിലാണ് മഹാനാകുന്ന നബി തങ്ങൾ എന്നാൽ മുഹാജിരീങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് 3 സ്വഹാബിമാരെ വിളിക്കുകയാണ്. ഒന്ന് മഹാനാകുന്ന അബ്ദുല്ലാഹ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, അവരിറങ്ങുകയാണ്. ഉബൈദ് ബിൻ ഹാരിസ്, നമ്മൾ പറയാറില്ലേ ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, അവരിറങ്ങുകയാണ്. ആദ്യം ഇറങ്ങിയത് മുഹാജിരീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ഇറങ്ങിയ ആള് ഉബൈദ് ബിൻ ഹാരിസാൻ റളിയല്ലാഹു അൻഹു. രണ്ടാമതിറങ്ങുന്നത് മുത്തുനബി തങ്ങളുടെ എളാപ്പയായ ഹംസത്തുൽ ഖറാർ
റളിയല്ലാഹു അൻഹു ആണ്. മൂന്നാമതിറങ്ങുന്നത് മുത്തുനബി തങ്ങളുടെ മരുമകനായ ഫാത്തിമ ബീവിയുടെ ഭർത്താവായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമായുടെ പിതാവായ അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള കവാടം അലിയാണ്. എന്നത്തെ അലി റളിയല്ലാഹു അൻഹു പിന്നെ അങ്ങോട്ട് ചാടിയിറങ്ങുകയാണ്. 3 പേരും ഇറങ്ങി. സുബ്ഹാനല്ലാഹ്, ഉത്ബത്തിനോടും ശൈബത്തിനോടും വലീദിനോടും ആക്രമിക്കാൻ. അങ്ങനെ ഉത്ബത്തിന്റെ മുമ്പിൽ ഉബൈദ് ബിൻ ഹാരിസ് നിന്നു. ശൈബത്തിന്റെ മുമ്പിൽ ഉമർ ബിൻ ഖത്താബ്, മഹാനാകുന്ന ഹംസത്തുൽ ഖർറാർ നിന്നു. മഹാനാകുന്ന എന്താണ് ശൈബത്തിന്റെ വലീദിന്റെ മുമ്പിലെ മഹാനാകുന്ന അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ നിന്നു. അങ്ങനെ 3 സഹാബിമാർ 3 ആളുകളുടെ മുമ്പിൽ നിന്നു. അങ്ങനെ യുദ്ധം തുടങ്ങിയ സമയത്തിലെ അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ വലീദിനെ തള്ളിയിട്ടു, വലീദിനെ കൊന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ശൈബത്തിനെയും കൊന്നു. പക്ഷേ പാവം ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ താങ്ങാൻ കഴിഞ്ഞില്ല. ഈ ഉത്ബത്തിന്റെ വെട്ടുകൾ താങ്ങാൻ കഴിഞ്ഞില്ല. മഹാനാകുന്ന ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി ആക്രമിച്ചു. ഉത്ബത്ത് വെട്ടിത്താഴ്ത്തിയിട്ടു, നിലത്തേക്ക് തള്ളിയിട്ടു. ഈ സമയത്തിലാണ് ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ആരുടെ അരികിലേക്ക് ചെല്ലുന്നത്? ഉത്ബത്തിന്റെ അരികിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ഇവർ 2 പേരും കൂടെ ഉത്ബത്തിനെ കൊല ചെയ്യുകയാണ്. അങ്ങനെ 3 പേരും കൊന്നുകളഞ്ഞു. വലിയ കിങ്കരന്മാർ ഉത്ബത്തിനെയും ശൈബത്തിനെയും വലീദിനെയും നിലം തള്ളിയിട്ടു. മഹാനാകുന്ന ഉബൈദ് ബിൻ ഹാരിസ് തങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു സ്വഹാബത്തിന്റെ അരികിലേക്ക്. ഉബൈദ് ബിൻ ഹാരിസിന്റെ കാല് മുറിഞ്ഞു പോയിട്ടുണ്ട്. പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു സ്വഹാബത്തിന് മുമ്പിൽ. പിന്നെ ഉബൈദ് ബിൻ ഹാരിസ് തങ്ങൾ വഫാത്താകുന്നവർ എവിടുന്നാണ് ഷഹീദാകുന്നത്? 25 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്നാണ് ഷഹീദാകുന്നത്. ഇവിടുന്ന് ഷഹീദായിട്ടില്ല. ഇവിടുന്ന് ഷഹീദായത് 14 പേരാ. 14 പേര്. അങ്ങനെ നോക്കട്ടെ. അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ടുള്ളത് കൊടുമ്പിരി കൊണ്ട യുദ്ധമാണ്. കാരണം 3 പ്രധാനികൾ പോയില്ലേ. അപ്പൊ അബൂജഹലിന് മനസ്സിലായി വലിയ ശക്തി തന്നെയാണ്. അപ്പൊ എല്ലാരും കൂടെ ഇറങ്ങി കൊടുമ്പിരി കൊണ്ട യുദ്ധമായി, വലിയ യുദ്ധമായി. ആ യുദ്ധത്തിൽ 70 പേര് ശത്രുപക്ഷത്തിൽ നിന്ന് മരിച്ചു പോകുകയാണ്. അബൂജഹലടക്കം. അബൂജഹലിനൊക്കെ അബൂജഹലിനെ കൊല്ലുന്ന സമയത്തിൽ അബൂജഹൽ പറഞ്ഞൊരു വർത്താനുണ്ട്. ഭയങ്കര അഹങ്കാരിയായിരുന്നു. ഓനെ കൊല്ലണ സമയത്തിൽ ഒരു പൊട്ടിയ വാളും എടുത്തുകൊണ്ടാണ് അബൂജഹലിന്റെ കഴുത്തറക്കുന്നത്. അറക്കുന്ന സമയത്തിൽ അബൂജഹൽ പറയാണ്, മൂർച്ചമുള്ള വാള് കൊണ്ടുവാടാ, മൂർച്ചമുള്ള വാള് കൊണ്ടുവാ, എന്നിട്ട് നല്ലതുപോലെ മുറിക്ക് എന്റെ തലയെ, എന്നിട്ട് എന്റെ തല മുഹമ്മദിന്റെ മുമ്പിൽ പോയി വെക്കണം. എന്നിട്ടെങ്കിലും മുഹമ്മദ് പേടിക്കട്ടെ. എന്റെ തല കാണുമ്പോ മുഹമ്മദിന്റെ പേടിയാണ്. എന്റെ തല കാണുമ്പോ മുഹമ്മദിന് പേടിയാണ്. എന്റെ മരിച്ച മയ്യത്തിന്റെ തല കണ്ടിട്ടെങ്കിലും മുഹമ്മദിന് പേടിണ്ടാട്ടെ. അപ്പോഴും ആ പേടിയെ ആസ്വദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓന്റെ അഹങ്കാരം നോക്കിയാ നിങ്ങൾ. ഓനെ വെട്ടിയ സമയത്തിൽ സ്വഹാബത്ത് ഓന്റെ കഴുത്ത് നോക്കുന്ന സമയത്തിൽ കറുത്ത പാട് കണ്ടു. മുത്തുനബി തങ്ങൾ പറയാണ്, അബൂജഹലിനെ കൊന്നത് സ്വഹാബാനിങ്ങൾ മാത്രമല്ല, മലക്കുകളുടെ സഹായം കൂടെ ഉണ്ടായിരുന്നു. 70 പേരെ കൊന്നു. ആ 70 പേരെ കൊന്നതിന് ശേഷം പിന്നെ സ്വഹാബത്തിന് ബാക്കിയുള്ള 930 പേരെയും കൊല്ലാമായിരുന്നു. പക്ഷേ ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, ഇനി കൊല്ലാൻ പാടില്ല, ഇനി യുദ്ധം ചെയ്യാൻ പാടില്ല. 70 പേരെ നാം കൊന്നുകളഞ്ഞല്ലോ. ആ 70 പേരും ഹാസിദീങ്ങളാണ്, അസൂയക്കാരാണ്. അസൂയക്കാരെ വെറുതെ വിട്ടാൽ അവരുടെ ഹസദ് നിൽക്കുകയില്ല. ഹസദ് നിൽക്കണമെങ്കിൽ അവനോ ഞാനോ മരിക്കേണ്ടി വരും. അങ്ങനെയാണ് അസൂയക്കാരുടെ അദാവത്ത് നീങ്ങൂല. അദാവത്ത് നീങ്ങൂല, ആ ശത്രുത നീങ്ങൂല. ഞാനും ഫിറോസും തല്ലുകൂടി. ഫിറോസിന്റെ മോന്തൊക്കെ ഒന്ന് കൊടുത്തു. ഫിറോസ് 2 എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു നിന്നു. സപ്പോസ് ഞാനും മൂപ്പരും തമ്മിൽ തെറ്റി. അപ്പൊ ഉമ്മറുദ്ദീനാക്കത് കണ്ടു, തെറ്റിയൊക്കെ കണ്ടു. ഉമ്മറുദ്ദീനാക്ക് പറഞ്ഞു, അല്ല ഫിറോസെ, എന്തിനാ മൊയിലാരെ മോത്ത് 2 കൊടുത്ത്? നിന്റെ മുക്ക് മൂപ്പര് തന്നില്ലേ? നിങ്ങൾ തെറ്റിക്കല്ലേ, റംലാ മാസമൊക്കെ അല്ലെങ്കിൽ നന്നായി എന്ന് പറഞ്ഞാൽ ഞാനും ഫിറോസും നന്നാവും. നന്നായി കഴിഞ്ഞാൽ ഫിറോസിനോട് പറയും, മൊയിലാരെ 20 നോമ്പറക്കാൻ പരക്കാരൻ കേട്ടോ. ഓൻ വിളിച്ച അസറിന് തന്നെ ഞാൻ പോകും. കാരണം ആ ശത്രുത നീങ്ങും, പെട്ടെന്ന് നീങ്ങും. ഞാനും ഫിറോസും തമ്മിൽ തെറ്റിയതെന്തിനാണ്? ഫിറോസിന് 2 നില വീടും ഒരു മെർസിഡസ് ബെൻസും ഒരു ഇന്നോവ കാറും, വലിയ കോടീശ്വരനാണ് ഫിറോസ്. ഫിറോസിന്റെ അതേ ക്ലാസ് പഠിച്ചോനാ ഞാനും.
ഫിറോസിന്റെ അതേ ജോലി ചെയ്തോ ഞാനിപ്പോഴും പെട്ടിക്കടയിൽ തന്നെയാണ്. അവൻ ഫിറോസിനെ കൊണ്ടില്ലേ പോണത് ആൾക്കാരെ പൊക്കിയിട്ട് ഞാൻ മൂപ്പര് തെറ്റില്ല. അപ്പൊ മറുദീന അപ്പൊ ഫിറോസ് മനസ്സിലായി ഞാൻ തെറ്റാണ്. അപ്പൊ മറുദീന ചോദിച്ചു, എന്തിനാ മൊയിലാരെ ഞങ്ങള് ഫിറോസ്? ഞാൻ തെറ്റിട്ടില്ല. ഫിറോസിനോട് ഫിറോസ് ഞാൻ തെറ്റിക്കാരെന്താന്ന് അറിയില്ല, മൊയിലാരിനോട് മുണ്ടലൊന്നുമില്ല എന്താന്നല്ലേ. ഫിറോസ് ഞാൻ തെറ്റണോ? ഞാനെന്തോ തെറ്റുണ്ടോ? ഇല്ല. സലാം പറഞ്ഞ ഒരു സലാമല്ല 1000 സലാം കൊടുക്കും. ഇങ്ങോട്ട് തിരിഞ്ഞാലോ കുരുത്തം കേട്ടോ. കാരണം ഞാനും ഫിറോസുള്ള എതിരെ എന്തല്ല, അടിപിടി കേസല്ല, അസൂയ കൊണ്ടുള്ള അദാവത്താണ്. അസൂയ കൊണ്ടുള്ള അദാവത്ത് തീരണമെങ്കിൽ ഒന്നിരിക്കൽ ഫിറോസ് മരിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം, എന്നാലേ അദാവത്ത് നീങ്ങുള്ളൂ. അതുകൊണ്ടാണ് അബൂജഹലടങ്ങുന്ന 70 പേരെ കൊല്ലാണ്ടായ കാരണം ഒരു അസൂയാലുക്കളായിരുന്നു. എന്തിന്റെ അസൂയ? മുഹമ്മദിന്റെ പ്രവാചകത്വം കിട്ടിയതിന്റെ അസൂയ. അവരെ കൊന്നതോടുകൂടെ ശരിയായി. ബാക്കിയുള്ളവരുടെ നേരെ ഹബീബാനുബിത്തങ്ങൾ കല്ലെടുത്തെറിഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ് കണ്ടപ്പോൾ അവരെല്ലാവരും പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ഓടിയ കൂട്ടത്തിൽ 70 പേര് അവിടെ നിന്നു. ആ 70 പേരെ പിടിച്ചു വെക്കുകയും ചെയ്തു. അപ്പൊ 70 പേരെ കൊന്നു, 70 പേരെ പിടിച്ചു വെച്ചു. ബാക്കിയുള്ളവരൊക്കെ മക്കത്തേക്ക് പിരിഞ്ഞുപോയി. ആ 70 പേരെ കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. പൈസ ഇല്ലാത്തവനെ ഓല കൊണ്ട് മദീനത്തുള്ള ചെറിയ കുട്ടിയേക്ക് പഠിപ്പിച്ചു കൊടുക്കാനും തീരുമാനിച്ചു. അവർക്ക് നല്ല ഭാഷ അറിയായിരുന്നു, ഭാഷ കൈകാര്യം ചെയ്യാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരുന്നു അവരെ കൊണ്ട് മദീനത്തെ കുട്ടിയേക്ക് പഠിപ്പിച്ചു കൊടുക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 14 പേർ ഷഹീദായി. അതിൽ 6 മക്കക്കാർ, 8 മദീനക്കാർ. 6 പേര് മക്കക്കാരും 8 പേര് മദീനക്കാരും. അവരുടെയൊക്കെ കൂടെ അവിടൊക്കെ നാളെ സ്വർഗത്ത് നിന്ന് കാണാൻ തൗഫീഖ് തരണം റബ്ബേ. ഒന്നാമത്തെ ആള് ഉബൈദ് ബിൻ ഹാരിത്താണ്, നേരത്തെ പറഞ്ഞ ഉബൈദ് ബിൻ ഹാരിത്ത്. രണ്ടാമത്തെ ആള് മികച്ച ബിൻ സാലിഹ്, ഉമൈർ ബിൻ അബി വഖാസ്, സഫ്വാൻ ബിൻ വഹബ്, ദുശ്ശിമാലൈനി, عاقل بن بقير، سعد بن خيثمة، مبشر بن عبد المنذر، يزيد بن الحارث، عمير بن حمام، رافع بن معلى، معبد بن حارث، حارثة بن سراقة، عوف بن حارث. ഇങ്ങനെ 14 പേരാണ് ബദറിൽ ഷഹീദായത്. അല്ലാഹുവേ നീ ഖൈർ നൽകണം അല്ലാഹ്. അവരുടെ കൂടെ നാളെ സ്വർഗലോകത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. അവരെ പറ്റി ഹബീബാനബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വഹാബത്തിന്റെ കൂട്ടത്തിലും ശുഹദാക്കന്മാരുടെ കൂട്ടത്തിലും ഏറ്റവും പ്രധാനികൾ ബദർ ശുഹദാക്കന്മാരാണെന്ന് റസൂലുള്ളാഹ്. അവരെക്കാൾ വലിയൊരു ശുഹദാവില്ല. ബദരീങ്ങളാണ് ഏറ്റവും വലിയ ശുഹദാക്കന്മാർ. മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനികളായ മലക്കുകൾ ബദരീങ്ങളെ സഹായിക്കാൻ